Welcome back to Career Vein Updates. Calicut University PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വീണ്ടും അത് ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് വേക്കൻസി നോക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അത് എഡിറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ ലേറ്റ് രജിസ്ട്രേഷൻ നടത്താനുള്ള അവസരമാണ്. ലാസ്റ്റ് ഡേറ്റ് ഇന്ന് 13-ാം തീയതി വരെയാണ്. അതിനായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ട സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്കൂടെ PG ക്യാപ്പ് സീറ്റ് വേക്കൻസി 2025 ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഏതാണോ കോളേജ് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ ഇപ്പോൾ ഉദാഹരണം എക്കണോമിക്സ് ആണെങ്കിൽ ഈ പറഞ്ഞ കോളേജിൽ 7, ജനറൽ വിഭാഗത്തിൽ മാത്രം 7 സീറ്റ്, SC 4, ST 1 ഇങ്ങനെ രീതിയിൽ ഓരോ കോളേജിലെയും നിലവിൽ ഒഴിവുകളുടെ സ്റ്റാറ്റസ് ഓൾറെഡി സൈറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിൽ കൃത്യമായിട്ട് ഒഴിവുകൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കോളേജിൽ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ കൊടുക്കണം. അതിനായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതായത് എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നാണ്. അപ്പോൾ അതായത് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ അതേപോലെ തന്നെ ഇമെയിൽ ID, ഡിഗ്രി രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് 4 മണി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം എഡിറ്റിംഗ്, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു തവണ മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനിയും എഡിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തു. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സബ്ജക്റ്റ് MA ഇംഗ്ലീഷ് ആണെങ്കിൽ MA ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള കോളേജാണ്. ഉദാഹരണത്തിന് ഒരു കോളേജിൽ 8 സീറ്റ് ഉണ്ടെങ്കിൽ ഒരു കോളേജിൽ 2 സീറ്റാണുള്ളതെങ്കിൽ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ സാധ്യതയുള്ള കോളേജിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിർബന്ധമായിട്ടും എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനലിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം. അത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അലോട്ട്മെൻറ്റ് അത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് അപേക്ഷ എഡിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചവർ നിർബന്ധമായിട്ടും പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് തന്നെ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അതേപോലെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കിയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇനി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ സീറ്റ് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുക. കാരണം വിദ്യാർത്ഥി സംബന്ധിച്ചോട് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഹയർ ഓപ്ഷൻസ് കോളേജിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സബ്ജക്റ്റിൽ വേക്കൻസി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സീറ്റ് വേക്കൻസി കൃത്യമായിട്ട് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ എഡിറ്റ് വഴി നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ കൊടുത്തിടുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് 16-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഫൈനൽ റാങ്ക് ലിസ്റ്റ് 18-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കണം, 18-ാം തീയതി വിദ്യാർത്ഥികൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് 21-ാം തീയതി ജൂലൈ 21-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എഡിറ്റ് ഓപ്ഷൻ വളരെ നിർണായകമായ കാര്യമാണ്. സീറ്റ് വേക്കൻസികൾ ഓരോ കോളേജിലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ എഡിറ്റ് വഴി നിങ്ങൾ കൊടുക്കുക. ഇനി ഒന്നും കൊടുക്കാത്ത വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഏറ്റവും സാധ്യത നോക്കിയിട്ട് സീറ്റ് വേക്കൻസി ഉള്ളത് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത കൂടുതലാണെന്ന കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് അവസാനത്തെ അഡ്മിഷൻ അവസരമാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് അത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ അഡ്മിഷൻ വിളിക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും ഇനി മറ്റു പ്രധാനപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ MG കേരള ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അഡ്മിഷൻ സംബന്ധമായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയും കൃത്യമായിട്ടുള്ള സമയം വിദ്യാർത്ഥി മനസ്സിലാക്കിയിട്ട് അപേക്ഷ നിങ്ങൾ അതായത് അഡ്മിഷൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പരമാവധി നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.